കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലാ കായികമേള സമാപിച്ചു. ഇത്തവണയും മാർബേസിൽ സ്കൂളിന് ഓവറോൾ കിരീടം. 471 പോയിന്റ് കരസ്ഥമാക്കിയാണ് മാർബേസിലിന്റെ ഈ നേട്ടം. 4 ദിവസങ്ങളായി നടന്നുവന്ന കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലാ കായികമേളയ്ക്കാണ് സമാപനമായത്. 56 സ്വർണവും 42 വെള്ളിയും 16 വെങ്കലവും നേടി മാർബേസിൽ സ്കൂൾ ഓവറോൾ കിരീടം ചൂടി. മുൻ വർഷത്തേതുപോലെ തന്നെ മാർബേസിലിന്റെ മുന്നേറ്റമാണ് ആദ്യ ദിനം മുതൽ കണ്ടത്. 178 പോയിന്റുമായി കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത്. 293 പോയിന്റുള്ള ഇവർക്ക് 25 സ്വർണവും 10 വെള്ളിയും 17 വെങ്കലവും ലഭിച്ചു. 7 സ്വർണവും 10 വെള്ളിയും 10 വെങ്കലവും നേടി 89 പോയിന്റ് കരസ്ഥമാക്കിയ കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് ഗേൾസ് സ്കൂളിനാണ് മൂന്നാം സ്ഥാനം. സമാപന സമ്മേളനത്തിൽ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് സമ്മാനദാനം നിർവഹിച്ചു. കോതമംഗലത്തെ ബേസിൽ സ്കൂള്, മുൻപ് സെന്റ് ജോർജ് സ്കൂള്, അതുപോലെ തന്നെ മാതിരപ്പള്ളി ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള സ്കൂളുകൾ ഈ കോതമംഗലത്തിന്റെ പേരും പ്രശസ്തിയും വളർത്താൻ കഴിയുന്ന തരത്തിൽ സ്കൂൾ മീറ്റിലൊക്കെ വലിയ മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഇപ്പൊ ഈ പോയിന്റ് പട്ടിക നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ പഴയതിൽ നിന്ന് ഒരുപാട് പല സ്കൂളുകളും പുറകോട്ട് പോവുകയാണ്. സ്പോർട്സിന് അത്തരത്തിലുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന സ്കൂളുകൾ വളരെ ചുരുക്കമാണ്. ഇവിടെ 1ഉം 2ഉം സ്ഥാനത്ത് എത്തിയിട്ടുള്ള കീരമ്പാറയാണെങ്കിലും കോതമംഗലം മാർബേസിലാണെങ്കിലും സ്വാഭാവികമായിട്ട് നമ്മുടെ ജില്ലയ്ക്ക് അഭിമാനമായി മാറാൻ കഴിയുന്ന തരത്തിൽ വലിയ മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ എല്ലാ സ്കൂളുകളും ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വരേണ്ടതല്ലേ? കേരളം സ്പോർട്സിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ചില പോരായ്മകളോട് സൂചിപ്പിച്ചതുപോലെ കായിക അധ്യാപകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പോരായ്മകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും ഇതിനോട് സഹകരിച്ചുകൊണ്ട് അവരവരുടെ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കെ നൌഷാദ് അധ്യക്ഷനായി. AEO സജീവ് KB, ഉപജില്ലാ സ്പോർട്സ് സെക്രട്ടറി ജോർജ് ജോൺ, ഫാദർ PO പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ സിസ്റ്റി, കോതമംഗലം.